ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ വരുന്ന 6ാമത്തെ പാഠഭാഗമാണ് ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം തന്നെ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻസും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. പൊതുവെ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വ്യായാമത്തിൻ്റെ പ്രാധാന്യം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നോക്കിക്കൊള്ളുക, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു. അപ്പോൾ വ്യായാമം ചെയ്യുന്നത് വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു. പിന്നെയോ ഹൃദയപേശികൾ ദൃഢമാകുന്നു. അതേപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കാൻ വ്യായാമം സഹായിക്കുന്നു. പിന്നെ വ്യായാമം ചെയ്യുന്നത് വഴി എന്താണ്, കൂടുതൽ വിയർക്കുന്നു. വിയർപ്പിലൂടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 പോയിന്റുകളൊന്ന് നോക്കിക്കൊള്ളുക. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു. അതേപോലെ ഹൃദയപേശികൾ ദൃഢമാകുന്നു. പിന്നെന്താണ്, പൊണ്ണത്തടി കുറയ്ക്കുന്നു. അതേപോലെ കൂടുതൽ വിയർക്കുന്നത് വഴി വിയർപ്പിലൂടെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇനി ബാക്കി നോക്കിക്കൊള്ളുക, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വ്യായാമം സഹായിക്കുന്നുണ്ട്. എന്താണ്, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കാൻ. പിന്നെ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റൽ കപ്പാസിറ്റീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്റർ പഠിച്ച സമയത്ത് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ടൈഡൽ വോളിയം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത്, പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. അപ്പോൾ പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നതിന് വ്യായാമം പങ്കുവഹിക്കുന്നുണ്ട്. അതേപോലെ പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. അപ്പോൾ ഈ ഒരു എത്രയാണ്, 8 പോയിന്റുകളുണ്ട്. 8 പോയിന്റുകളും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ചലനങ്ങൾ ആഗ്രഹിക്കാതെയും എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടോ. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം പറയുന്നുണ്ട്. അതായത് ഐച്ഛിക ചലനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സും പിന്നെ അതേപോലെ അനൈച്ഛിക ചലനങ്ങൾ അഥവാ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സും. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാം. നമ്മുടെ അനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെന്റ്സ് എന്നും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ അഥവാ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നും പറയാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഇപ്പം നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ മൂവ്മെന്റ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഐച്ഛിക ചലനങ്ങളിൽ വരുന്നതാണ് അല്ലെ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഐച്ഛിക ചലനങ്ങളും അതേപോലെ അനൈച്ഛിക ചലനങ്ങളും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൈയുടെ ചലനം എന്ന് പറയുന്നത് എന്താണ്, ഐച്ഛിക ചലനം അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ് ആണ്. കാലിന്റെ ചലനവും എന്താണ്, ഐച്ഛിക ചലനമാണ്. പിന്നെ അതേപോലെ നാവിന്റെ ചലനം, ഇതൊക്കെ എന്താണ്, നാവിന്റെ ചലനമൊക്കെ ഐച്ഛിക ചലനങ്ങളാണ്. എന്നാൽ അനൈച്ഛിക ചലനങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെ, ഹൃദയമിടിപ്പ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണോ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണോ, അല്ല. അതേപോലെ ശ്വാസകോശത്തിന്റെ പൾസ് നിരക്ക് അല്ലെ, ശ്വാസകോശത്തിന്റെ പൾസ് നിരക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അനൈച്ഛിക ചലനങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പലതരം പേശികൾ എന്നുള്ള ഈ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2024 നടന്ന പല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്താൽ അറിയാം, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, ശരീരത്തിൽ പലതരം പേശികളുണ്ട്. അപ്പോൾ ആ പേശികളും അതിൻ്റെ സവിശേഷതകളും ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അസ്ഥിപേശി, അതായത് സ്കെലിറ്റൽ മസിൽ, അതേപോലെ മിനുസ പേശി സ്മൂത്ത് മസിൽ, പിന്നെ ഹൃദയപേശി കാർഡിയാക് മസിൽ. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് നമുക്ക്
ഇവിടെ ഈ ഒരു കോളത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അസ്ഥിപേശി തന്നെയാണ് രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത്. എന്താണ്? രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത് അസ്ഥിപേശി തന്നെയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അസ്ഥിപേശി എന്ന് ഉത്തരം പറയണം. ബാക്കി എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. അസ്ഥിപേശി അസ്ഥികളുമായി ചേർന്നാണ് കാണപ്പെടുന്നത്. പിന്നെയോ സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കണ്ടോ, ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. പിന്നെ ആ പിക്ചർ തന്നെ നോക്കിയാൽ മനസ്സിലാവും, കുറുകെ എന്താണ്? വരകൾ കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത്. സോ അസ്ഥിപേശി രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച പോയിന്റ്സ്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്, കുറുകെ വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി അടുത്തതാണ് മിനുസ പേശി അഥവാ സ്മൂത്ത് മസിൽസ്. ഇതിനെ രേഖാശൂന്യ പേശി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. സോ രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നത് മിനുസ പേശിയാണ്. എന്നാൽ രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത് അസ്ഥിപേശിയാണ്. ഓക്കെ, അപ്പോൾ മിനുസ പേശി തന്നെയാണ് രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നോക്കാം, ആമാശയം, ചെറുകുടല് തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കാം, ആമാശയത്തിലും ചെറുകുടലിലും ഒക്കെ കാണപ്പെടുന്ന പേശി ഏതാണ്? മിനുസപേശിയാണ്. അപ്പോൾ അത് ഓർക്കാനും എളുപ്പമാണല്ലോ. അതായത് ഇപ്പോൾ ഹൃദയപേശി, അസ്ഥിപേശി, മിനുസപേശിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഹൃദയപേശി എന്തായാലും എന്താണ്? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയഭിത്തിയിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉള്ളതിൽ ആ പേര് പോലെ തന്നെ വളരെ മിനുസമായിട്ടുള്ള പേശിയാണ് മിനുസപേശി എന്ന് പറയുന്നത്. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു പേശി ആയിരിക്കുമല്ലോ ആമാശയത്തിലും ചെറുകുടലിലും ഒക്കെ വരുന്നത്. കാരണം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സ്മൂത്ത് ആയിട്ടുള്ളതാണ് കാണപ്പെടുന്നത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തത് സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഇതാണ് സ്പിൻഡിൽ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ മിനുസപേശി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. പിന്നെ കുറുകെ വരകളില്ല. കണ്ടോ, കുറുകെ വരകളില്ല. നമ്മുടെ തൊട്ട് മുമ്പത്തെ അസ്ഥിപേശിയിൽ കുറുകെ നമ്മൾ വരകൾ കണ്ടു അല്ലെ. പക്ഷെ എന്നാൽ മിനുസപേശിയിൽ എന്താണ്? കുറുകെ വരകളില്ല. പിന്നെ അടുത്തത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അപ്പോൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് സാധ്യമാക്കുന്ന പേശി ഏതാണ്? മിനുസപേശിയാണ്. കാരണം ഇത് എവിടെയാ ഉള്ളത്? ആമാശയത്തിലും ചെറുകുടലിലും ഒക്കെയാണ്. അവിടെ എന്ത് പ്രവർത്തനം നടക്കുന്നത്? ഐച്ഛിക ചലനങ്ങളാണോ അനൈച്ഛിക ചലനങ്ങളാണോ അവിടെ നടക്കുന്നത്? അനൈച്ഛിക ചലനങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതാണ് മിനുസപേശി. അടുത്തതാണ് ഹൃദയപേശി. ആ ഹൃദയപേശി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്നെന്താണ്? ഹൃദയഭിത്തിയിലായിരിക്കും കാണപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അല്ലെ. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് ഹൃദയപേശിയും സാധ്യമാക്കുന്നത്. ഇനി ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ. അപ്പോൾ ഹൃദയപേശിയിലെ കോശങ്ങൾ ഇങ്ങനെ കണ്ടോ, ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളാണ്. പിന്നെ കുറുകെ വരകൾ കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നു. പിക്ചറിൽ നോക്കി അറിയാം അല്ലെ, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 പേശികൾ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചിരുന്നോണേ. അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി, ഇങ്ങനെ 3 പേശികളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ഐച്ഛിക ചലനം സാധ്യമാക്കുന്ന പേശി ഏതാണ്? അത് അസ്ഥിപേശിയാണ് അല്ലെ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ ഏതൊക്കെയാണ്? മിനുസപേശിയുമുണ്ട്, ഹൃദയപേശിയുമുണ്ട്. ഹൃദയപേശി എവിടെയാണ് കാണപ്പെടുന്നത്? ഹൃദയഭിത്തിയിലാണ്. മിനുസപേശി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ആമാശയത്തിൽ കാണപ്പെടുന്നുണ്ട്, ചെറുകുടലിൽ കാണപ്പെടുന്നുണ്ട്, രക്തക്കുഴലിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ അസ്ഥിപേശി എവിടെയാണ് കാണപ്പെടുന്നത്? അസ്ഥികളുമായിട്ട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി കുറുകെ വരകൾ കാണപ്പെടുന്ന പേശികൾ ഏതൊക്കെയാണ്? അത് അസ്ഥിപേശിയിലും ഉണ്ട്, അതേപോലെ ഹൃദയപേശിയിലും ഉണ്ട്. എന്നാൽ മിനുസപേശിയിൽ എന്താണ്? കുറുകെ വരകളില്ല. സ്പിൻഡിൽ ആകൃതിയാണ് മിനുസപേശിക്കുള്ളത്, സിലിണ്ടർ ആകൃതിയാണ് അസ്ഥിപേശിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കോളത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂചകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസ്ഥിപേശികൾ മിനുസപേശിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് പേശീക്രമം നോക്കാം. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു അവായു ശ്വസനത്തിനെ
പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇതുവഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് വരുന്നതിനെ പറ്റിയൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർ ആയിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് വഴി എന്താണ്, പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യും. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയാണ് നമ്മൾ പേശീക്ലമം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ആ ഒരു പേശീക്ലമത്തിന്റെ ഡെഫിനിഷനാണ്. അതായത് നമ്മൾ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വേണ്ട അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴത്തേക്കും അവായു ശ്വസനമാണ് നടക്കുന്നത്. ഇതുവഴി എന്താണ്, പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ഈ ലാക്റ്റിക് ആസിഡ് കാരണം എന്താണ്, പേശി കോശങ്ങളുടെ അസിഡിറ്റി ഉയരും. അങ്ങനെ ഈ ഒരു പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെയൊക്കെ ഇത് എന്താണ്, താഴ്ത്തേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ മന്ദീഭവിപ്പിക്കും. ഇതിന് ഫലമായിട്ട് എന്താണ്, പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് ടെമ്പററി ആയിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പേശീക്ലമം എന്ന് പറയുന്നത്. ഓക്കെ, വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നത്. കണ്ടോ, അപ്പോൾ ഇനി നമ്മൾ എന്താണ്, വിശ്രമിക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു ഭയങ്കര കഠിനമായിട്ടുള്ള ഇത് ചെയ്യാതെ വളരെ കാമായിട്ട് അല്ലെങ്കിൽ ഇത് ഇരിക്കുന്ന സമയത്ത് എന്താണ്, ഈ ലാക്റ്റിക് ആസിഡ് മെല്ലെ നീക്കം ചെയ്യപ്പെടും അല്ലേ. അങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പഴയ പോലെ പ്രവർത്തന സജ്ജമാകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തതാണ് അസ്ഥികളും ചലനവും. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പരീക്ഷകളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. നിങ്ങൾക്ക് കൈകൾ ഏതൊക്കെ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയും? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാകുന്നത്. ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥ. ഇത് മുമ്പ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ മറ്റാന്ന് തോന്നുന്നു, ആ ചാപ്റ്റർ പഠിച്ച സമയത്തും 206 മനുഷ്യരിലെ അസ്ഥികളുടെ എണ്ണം. പക്ഷെ ജനന സമയത്ത് 300 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ തവണത്തെ വീക്ക്ലി ടെസ്റ്റിൽ നമ്മളിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്, 206 അസ്ഥികളാണ്. സോ ആ പോയിന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക, എത്രയാണ്, 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥ. പക്ഷെ ആ ഒരു എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ 300 അസ്ഥികളാണുള്ളത് കേട്ടോ. ഇനി അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം എന്നിങ്ങനെ തരംതിരിക്കാം. മനുഷ്യാസ്ഥികൂടത്തിന്റെ ചിത്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം, അക്ഷാസ്ഥികൂടം ഉണ്ട്, അനുബന്ധ അസ്ഥികൂടം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഇതിൽ ടോട്ടൽ എത്ര എണ്ണമാണ് ഉള്ളതെന്നും അതായത് ഓരോന്ന് എത്ര വീതമാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം, കാരണം അത് പലതവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മനുഷ്യാസ്ഥികൂടം 206 അസ്ഥികളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു അല്ലേ. അതിൽ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് 80 അസ്ഥികളാണ്. സോ ബാക്കി വരുന്ന 126 അസ്ഥികൾ എവിടെയാണ് വരുന്നത്? നമ്മൾ മുമ്പ് പഠിച്ച അനുബന്ധ അസ്ഥികൂടത്തിലാണ് 126 അസ്ഥികൾ വരുന്നത്. 126. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു പിക്ചർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ചാർട്ടാണ്, ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഈ ഒരു ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആ പിക്ചർ വെച്ചിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ടോട്ടൽ 206 അസ്ഥികളാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു അസ്ഥി വ്യവസ്ഥയെ 2 രീതിയിൽ പറയാം. അക്ഷാസ്ഥികൂടവും ഉണ്ട്, അതേപോലെ അനുബന്ധ അസ്ഥികൂടവും ഉണ്ട് അല്ലേ. അക്ഷാസ്ഥികൂടം അഥവാ ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുന്നത് തലയോട്, മാറല്, വാരിയെല്ലുകൾ, നട്ടെല്ലുകൾ ഇത്രയും ഉൾപ്പെടുന്നതാണ് അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്? തലയോട് വരുന്നുണ്ട്, മാറല് വരുന്നുണ്ട്, വാരിയെല്ലുകൾ വരുന്നുണ്ട്, നട്ടെല്ല് വരുന്നുണ്ട്. തലയോടിലുള്ള അസ്ഥികളുടെ എണ്ണം 29 ഇത് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. തലയോടിലുള്ളത് 29. ദെൻ മാറൽ എന്ന് പറയുന്നത് കണ്ടത് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നതാണ് മാറൽ, അത് ഒരെണ്ണമാണ് വരുന്നത്. ദെൻ വാരിയെല്ലുകൾ എന്ന് പറയുന്നത് ഒരു സൈഡിൽ 12 എണ്ണം, അങ്ങനെ 2 സൈഡിലും കൂടി ടോട്ടൽ 24 എണ്ണമാണുള്ളത്. നട്ടെല്ലാണെങ്കിൽ 26 എണ്ണമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. തലയോട് 29, മാറൽ 1,
വാരിയെല്ല് 24, നട്ടെല്ല് 26. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ് അനുബന്ധ അസ്ഥികൂടം. അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്ന അസ്ഥികൾ തോൾ വലയത്തിലുള്ള അസ്ഥി, കൈകളിലെ അസ്ഥികൾ, പിന്നെ ശ്രോണി വലയം, അതേപോലെ കാലിലെ അസ്ഥികൾ. അപ്പോൾ കൈകളിലെ അസ്ഥികളും കാലിലെ അസ്ഥികളും 60ആണ്. അതെങ്ങനെയാണ് 60 വരുന്നത്? കൈകളിൽ ഒരു കൈയിൽ 30 അസ്ഥികളാണുള്ളത്. അങ്ങനെ രണ്ട് കൈയുടെയും കൂടെ കൂട്ടുമ്പോൾ 60 എണ്ണം വരും. ഇതേപോലെ ഒരു കാലിലും 30 അസ്ഥികളാണുള്ളത്. രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ 60 അസ്ഥികൾ വരും. ഇനി ശ്രോണി വലയത്തിൽ ഇത് കണ്ടോ, ഇതാണ് ശ്രോണി വലയം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് അസ്ഥികൾ വരുന്നുണ്ട്. സോ ടോട്ടൽ 2 വരും. തോൾ വലയമാണെങ്കിൽ ഒരു സൈഡിൽ 2, അങ്ങനെ രണ്ട് സൈഡിലും കൂടെ കൂടിയിട്ട് 4 എണ്ണം വരും. സോ അനുബന്ധ അസ്ഥികൂടത്തിലുള്ളത് തോൾ വലയമുണ്ട്, കൈകളിലെ അസ്ഥികളുണ്ട്, കാലുകളിലെ അസ്ഥികളുണ്ട്, ശ്രോണി വലയമുണ്ട്. തോൾ വലയം 4ആണ് അസ്ഥികളുടെ എണ്ണം. കൈകളിലും 60 അസ്ഥികളുണ്ട്, കാലിലും 60 അസ്ഥികളുണ്ട്. ശ്രോണി വലയത്തിലാണെങ്കിൽ രണ്ട് സൈഡിലും കൂടെ കൂട്ടിയിട്ട് 2 അസ്ഥികളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇത് പഠിച്ചു വച്ചേക്കാം. അപ്പോൾ മനുഷ്യാസ്ഥികൂടം എന്ന് പറയുന്നത് എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളുണ്ട്. അക്ഷാസ്ഥികൂടവും അതേപോലെ അനുബന്ധ അസ്ഥികൂടവുമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനുബന്ധ അസ്ഥികൂടവുമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത് 80 അസ്ഥികൾ ചേർന്നതാണ്. അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത് 126 അസ്ഥികൾ ചേർന്നതാണ്. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? തലയോട് വരുന്നുണ്ട്, മാറല് വരുന്നുണ്ട്, വാരിയെല്ല് വരുന്നുണ്ട്, നട്ടെല്ല് വരുന്നുണ്ട്. അനുബന്ധാസ്ഥികൂടമാകുമ്പോൾ കൈകൾ വരുന്നുണ്ട്, തോൾ വലയം, ശ്രോണി വലയം, കാലുകൾ. തലയോടിലെ അസ്ഥികളുടെ എണ്ണം 29ആണ്. നട്ടെല്ലിനെ ആണെങ്കിൽ 26ആണ്. മാറലിൽ ഒരു അസ്ഥിയാണുള്ളത്. വാരിയെല്ലിലാണെങ്കിൽ 24 അസ്ഥികളാണുള്ളത്. ഓക്കെ, ഇനി കൈകളിലും കാലുകളിലും ടോട്ടൽ 60 അസ്ഥികളാണുള്ളത്. തോൾ വലയത്തിലാണെങ്കിൽ 4 അസ്ഥികളാണുള്ളത്. ശ്രോണി വലയത്തിലാണെങ്കിൽ 2 അസ്ഥികളാണുള്ളത്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കുക. ഇനി നോക്കാം, അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് ചലനങ്ങളുടെ വൈവിധ്യം കൂട്ടുന്നതെന്ന് പരിശോധിക്കാം. കൈകളിലെ പേശികളുടെയും അസ്ഥികളുടെയും പ്രവർത്തനം നിരീക്ഷിച്ച് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെ ഒരു ചിത്രീകരണം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിവർത്തൽ പേശി അയയുന്നു. പിന്നെ ഇവിടെ കണ്ടോ ടെൻഡൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ മടക്കൽ പേശി സങ്കോചിക്കുന്നു. പിന്നെ ഇത് നമ്മൾ എന്താണ്, കൈ ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ചുരുക്കി പിടിക്കുന്ന സമയത്ത് വരുന്നതാണ്. ഇനി കൈ ഇങ്ങനെ നിവർത്തുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? നിവർത്തൽ പേശി സങ്കോചിക്കുന്നു, മടക്കൽ പേശി അയയുന്നു. കണ്ടോ, അപ്പോൾ കൈ ചുരുട്ടി പിടിക്കുന്ന രീതിയിൽ നിവർത്തൽ പേശി അയയുകയാണ് ചെയ്യുന്നത്. മടക്കൽ പേശി അപ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുന്നു. അപ്പോഴാണ് മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. പിന്നെ നേരെ തിരിച്ച് നിവർത്തുന്ന സമയത്താണെങ്കിലോ നിവർത്തൽ പേശി സങ്കോചിക്കും, മടക്കൽ പേശി അയയുന്നു. അപ്പോൾ അത് ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഈ ഒരു ബോക്സിൽ സ്റ്റീറോയിഡുകളെ പറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റീറോയിഡുകൾ രക്ഷകനും ശിക്ഷകനും. നോക്കാം. സ്റ്റീറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റീറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നിന്നുയരാറുണ്ട്. സ്റ്റീറോയിഡ് പേശി കോശങ്ങളിലെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കടുത്ത കുറ്റമാണ്. ഓക്കെ, അപ്പം സ്റ്റീറോയിഡുകൾ ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ചില ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ തന്നെ ഇത്തരത്തിൽ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റീറോയിഡുകൾ ഉപയോഗിച്ചാൽ പിൽക്കാലത്ത് പല പ്രശ്നങ്ങളും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ തകരാറുകൾ പോലെ പലവിധ തകരാറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ മുമ്പ് കൈയുടെ ഒരു ചലനം കണ്ടല്ലേ. ഇത്തരം പേശി ജോഡികളെ പ്രതിധ്വന്തി പേശികൾ പ്രതിധ്വന്തി പേശികൾ എന്ന് പറയുന്നു.
പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം. അപ്പോൾ ഇതേപോലെ ഒരു പേശി സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്ന ആ ഒരു പേശി ജോഡിയെ നമ്മൾ പ്രതിദ്വന്ദ്വി പേശി എന്നാണ് വിളിക്കുന്നത്, അല്ല പേശികൾ എന്നാണ് വിളിക്കുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാം അസ്ഥികളും ചലനവും. അപ്പോൾ ഇനി അവിടെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബോക്സ് ആണ്, കണ്ടോ. സന്ധിയുടെ ഇനം, സവിശേഷത, ശരീരത്തിലെ സ്ഥാനം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പ് 7ാം ക്ലാസ്സിലോ മറ്റോ 7ലാണോ 8ലാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, അസ്ഥി സന്ധികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഗോളര സന്ധിയും തെന്നി നീങ്ങുന്ന സന്ധിയും ഒക്കെ അവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനിപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി അത് പഠിച്ചു പോയിട്ടുള്ള ഭാഗമായതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഒരു അസ്ഥിസന്ധിയാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ. അതിൽ ഓരോ അസ്ഥിയും ഇവിടെ വന്ന് യോജിക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളുണ്ട്, കണ്ടോ. സൈനോവിയൽ സ്തരം, ഒരു മെമ്പറൈൻ ഉണ്ട്, പിന്നെ അതിൽ ഫില്ലഡ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ദ്രവം എന്ന് പറയും. പിന്നെ അപ്പുറത്തെ ക്യാപ്സ്യൂൾ കാണാം, തരുണാസ്ഥി കാണാം, സ്നായുക്കൾ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ളതും അതേപോലെ എങ്ങനെയാണ് ഇത് അസ്ഥിയുടെ ഈ ഒരു മൂവ്മെന്റ്സിന് സഹായിക്കുന്നതും എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ആദ്യം സൈനോവിയൽ സ്തരം എന്താണ്? സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സൈനോവിയൽ സ്തരത്തിന്റെ ഫംഗ്ഷൻ. ഇനി അപ്പൊ എന്താണ് സൈനോവിയൽ ദ്രവം ചെയ്യുന്നത്? അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അസ്ഥികൾക്കിടയിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? സൈനോവിയൽ ദ്രവമാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാം, അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. അടുത്തതാണ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ആ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ക്യാപ്സ്യൂൾ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ക്യാപ്സ്യൂൾ ആണ്. അടുത്തതാണ് തരുണാസ്ഥി. തരുണാസ്ഥി എന്ന് പറയുന്നത് അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അപ്പോൾ അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി. സന്ധികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? അത് ക്യാപ്സ്യൂളാണ്. അടുത്തത് സ്നായുക്കൾ. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഫംഗ്ഷനാണ് സ്നായുക്കൾ ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ ഓരോന്നും സൈനോവിയൽ സ്തരം, സൈനോവിയൽ ദ്രവം, ക്യാപ്സ്യൂള്, തരുണാസ്ഥി, സ്നായുക്കൾ, എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത എന്നുള്ളതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അസ്ഥികൾക്കും പേശികൾക്കും സംഭവിക്കുന്ന തകരാറുകളാണ്. 2024 നടന്ന LGS, LDC പോലെയുള്ള വിവിധ പരീക്ഷകളിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ള അസുഖമാണ് സന്ധിവാതം എന്ന് പറയുന്നത്. ഇതെന്താണ്? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് ഇതിന്റെ കാരണം. അപ്പോൾ സന്ധികളിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ ഉണ്ടെങ്കിൽ, ഇനി അതും അല്ലെങ്കിൽ എന്താണ്, പ്രായം ചെല്ലും തോറും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സന്ധിവാതം എന്ന് പറയുന്നത്. ഇതിൽ തരുണാസ്ഥി വലയത്തിനാണ് ശരിക്കും തകരാറ്. അപ്പോ തരുണാസ്ഥി വലയത്തിനാണ് ഈ ഒരു സന്ധിവാതത്തില് എന്താണ് തകരാറ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? അസഹനീയമായ വേദനയായിരിക്കും, അതേപോലെ സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് സന്ധിവാതത്തിന്റെ പ്രത്യേകതകൾ. സോ സന്ധിവാതം ഉണ്ടാകുന്നത് സന്ധികളിലെ അണുബാധ, പരിക്കുകൾ ഇതൊക്കെ മൂലമാകാം, അല്ലെങ്കിൽ പ്രായാധിക്യം മൂലവും ഉണ്ടാകാം. തരുണാസ്ഥിയിലാണ് തകരാറ് സംഭവിക്കുന്നത്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ഓക്കെ, ഇനി അടുത്തതാണ് അസ്ഥിസ്ഥാനഭ്രംശം, അതായത് ഡിസ്ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ്? അസ്ഥിസ്ഥാനം മാറിയിരിക്കുമല്ലോ, അതിനെയാണ് അസ്ഥിസ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. സന്ധികളിലെ അസ്ഥികൾക്കുള്ള സ്ഥാനമാറ്റമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. പിന്നെ സ്നായുക്കൾക്കാണ് ഇവിടെ തകരാറ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ പഠിച്ചു സ്നായുക്കളെ പറ്റി. എന്താ പഠിച്ചത്? അസ്ഥികളെ സ്നാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഫംഗ്ഷനാണ് സ്നായുക്കൾ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ സ്നായുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതിനൊരു തകരാറ് സംഭവിച്ചാൽ അത് എന്തിലേക്ക് നയിക്കും? ഈ പറഞ്ഞ അസ്ഥിസ്ഥാനഭ്രംശത്തിലേക്ക് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനിലേക്ക് നയിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? കഠിനമായ വേദന ഉണ്ടായിരിക്കും, നീർവീക്കം ഉണ്ടായിരിക്കും, ചലിപ്പിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. സോ അപ്പോൾ നമ്മൾ പഠിച്ചു അസ്ഥിസ്ഥാനഭ്രംശം, അതേപോലെ സന്ധിവാതം. ഇനി അടുത്തതാണ് ഉളുക്ക് എന്ന് പറയും.
ഇതെന്താണ്? സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക്. ഇത് പൊതുവെ എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാണപ്പെടാറുള്ള ഒരു സാധനമാണ് അല്ലെ, ഉളുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ കഠിനമായിട്ടുള്ള വേദനയും നീർവീക്കവും അവിടെ ഉണ്ടാവും. അടുത്തതാണ് ഓസ്റ്റിയോപോറോസിസ്. 2024 നടന്ന ഒരു പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏത് വിറ്റാമിൻ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാവുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്, അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ എന്താണ് ഓസ്റ്റിയോപോറോസിസ്? അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇനി കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. സോ കാൽസ്യത്തിന്റെ കുറവ് മൂലം വരാം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് മൂലം വരാം, പിന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലവും ഈ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാവുന്നതാണ്. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് കൂടുതൽ ഈ ഒരു അസുഖം ബാധിക്കുന്നത്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ബാധിക്കുന്നത് ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് ഈ ഭാഗങ്ങളെയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പേശീക്ഷയം. അപ്പോൾ ഇത് പല കാരണങ്ങളാൽ പേശിക്ക് നാശമുണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ പേശീക്ഷയം എന്ന് പറയുന്നത്. എന്താണ്? പേശികൾ ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ്. സാധാരണയായിട്ട് ഇത് കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പേശീക്ഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് നോക്കാം. അസ്ഥികൂടം പേശിക്ക് പുറത്ത്. നോക്കിക്കേ, നട്ടിലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണല്ലോ അസ്ഥികൂടം കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ ആന്തരാസ്ഥികൂടം എന്ന് പറയാം. നമ്മൾ മുമ്പൊരു പാഠത്തിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ. ആന്തരാസ്ഥികൂടവുമുണ്ട്, അതേപോലെ ബാഹ്യാസ്ഥി കൂടവുമുണ്ട്. ഓക്കെ, അപ്പൊ നട്ടിലുള്ള ജീവികളിലെല്ലാം എന്താണ്? പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആന്തരാസ്ഥികൂടം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നട്ടൽ ഇല്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികൾ ഇല്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യാസ്ഥി കൂടത്തെ പറ്റി മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുമല്ലോ. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി മുമ്പത്തെ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ബാക്കി നമുക്ക് നോക്കാനുള്ളത് അസ്ഥികൂടം ഇല്ലാതെയും ചലനം. കണ്ടോ, അസ്ഥികൂടം ഇല്ലാതെയും എന്താണ്? മൂവ്മെന്റ്സ് നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജീവികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികളുടെ എന്ത് അവയവമാണ് ഈ ഒരു മൂവ്മെന്റിന് സഹായിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് പാരമീസിയമാണ്. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. അപ്പോൾ ഇത് തെറ്റായ ജോഡി ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാരമീസിയത്തിലാണ് ഏതാണ്? സീലിയകളാണ് ഇതേപോലെ എന്താണ് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. കോശോപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ. അപ്പൊ സീലിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമീസിയത്തിന്റെ കോശത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീലിയ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കൊള്ളുക, യൂഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജല്ലം ആണ്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഫ്ലജല്ലം. അപ്പൊ ഫ്ലജല്ലം കാണപ്പെടുന്നത് എവിടെയാണ്? അത് യൂഗ്ലീനയിലാണെന്ന് ഓർക്കുക. യൂഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജല്ലമാണ്. അടുത്താണ് മണ്ണിര അഥവാ എർത്തുവം. മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികൾ കാണുന്നു. ഒന്ന് വലയ പേശികളാണ്, മറ്റൊന്ന് ദീർഘപേശികളാണ്. അപ്പോൾ വലയ പേശികളും ദീർഘപേശികളുമാണ് മണ്ണിരയുടെ ശരീരത്തിൽ കാണുന്ന 2 തരം പേശികൾ. ഇവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലും മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നു. അപ്പോൾ എന്താണ്? ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന പേശികളുടെ സങ്കോചവും അതേപോലെ തിരിച്ചതിന്റെ പൂർവസ്ഥിതി പ്രാപിക്കലുമാണ് മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നത്. ഇതുകൂടാതെ ശരീരോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകൾ സഞ്ചാരത്തിന് സഹായിക്കുന്നു. സോ സീറ്റകൾ കാണപ്പെടുന്നത് മണ്ണിരയിലാണ്. ഫ്ലജല്ലം കാണപ്പെടുന്നത് യൂഗ്ലീനയിലാണ്. പാരമീസിയത്തിലാണെങ്കിലോ സീലിയകളാണ്. ഓക്കെ, അടുത്തത് ചലനവും സഞ്ചാരവും. നോക്കിക്കേ, ചലനവും സഞ്ചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം. ഇപ്പൊ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാവുന്ന
സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പൊസിഷനിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? നമുക്കൊരു ചലനം സംഭവിച്ചു അല്ലേ? അപ്പോൾ ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന ആ ഒരു ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നത്. അതിപ്പം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആവണമെന്നില്ല കേട്ടോ. ഇനി ശരീരം മൊത്തമായി സ്ഥാനാന്തരം ചെയ്യുന്നതിനെയാണ് സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സ്ഥാനാന്തരം ചെയ്യുന്നതിനെയാണ് നമ്മൾ സഞ്ചാരം എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലേക്ക് നോക്കൂ. സഞ്ചാര രീതികളിൽ എത്രമാത്രം വൈവിധ്യമാണ് ജന്തുലോകത്ത് നാം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവേ. ഒന്ന്, ആർട്ടിക് ടേൺ. ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി. അടുത്തത്, മൊണാർക്ക് ശലഭം. ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസായ മനോഹര ശലഭമാണ് മൊണാർക്ക് ശലഭം. അടുത്തത്, ഹബ്ബ് ബാക്ക് തിമിംഗലം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തിനിയാണ് ഈ പറഞ്ഞ തിമിംഗലം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പരീക്ഷയിൽ അങ്ങനെ ഒന്നും ചോദിച്ചു കാണാറില്ല, ഒന്ന് വായിച്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തത്, സസ്യങ്ങൾ ചലിക്കുമോ നോക്കാം. സസ്യങ്ങളിൽ വിവിധ ഉദ്ദീപനങ്ങൾക്കനുസൃതമായി ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രകാശം, ഭൂഗുരുത്വം, ജലം, സ്പർശം, രാസവസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സസ്യചലനങ്ങൾക്ക് കാരണമാവുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ചലനങ്ങൾക്ക് കാരണമാവുന്ന ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശമുണ്ട്, ഭൂഗുരുത്വമുണ്ട്, ജലമുണ്ട്, സ്പർശമുണ്ട്, രാസവസ്തുക്കളുണ്ട്. ഓക്കെ, ഇനി സസ്യചലനങ്ങളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരു ടേബിൾ ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുമ്പ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രീകരണം ഉണ്ടല്ലോ, ഇത് വെച്ച് തന്നെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ചിത്രീകരണം കംപ്ലീറ്റ് സ്ക്രീനിൽ കാണിച്ച് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സംശയം വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിക്കൊള്ളുക. പ്രധാനമായിട്ടും സസ്യങ്ങളിൽ നടക്കുന്ന ചലനങ്ങൾ 5 രീതിയിലാണ്. ഒന്ന്, ജലട്രോപിക ചലനമുണ്ട്, പിന്നെ രാസട്രോപിക ചലനമുണ്ട്, പ്രകാശട്രോപിക ചലനമുണ്ട്, അതേപോലെ ഭൂഗുരുത്വ ട്രോപിക ചലനമുണ്ട്. ദെൻ ലാസ്റ്റ് വരുന്നത് സ്പർശ ട്രോപിക ചലനമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഓരോ ചലനത്തിന്റെ സമയത്തും കാണ്ഡത്തിനും വേരുകളുടെയും ആ ഒരു ചലന ദിശ എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് പ്രകാശ ട്രോപിക ചലനമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദീപനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് ആയിട്ട് വരുന്ന ആരാണ്? പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ആണ് അല്ലെ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പ്രകാശ ട്രോപിക ചലനത്തിന്റെ സമയത്ത് വേരെന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ എതിർ ദിശയിൽ വളരുന്നു. കണ്ടോ, ഇപ്പൊ ഇവിടെ നിന്നാണ് സൺലൈറ്റ് കിട്ടുന്നത്. സൺലൈറ്റ് കിട്ടുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് കാണ്ഡം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മ് വളരുന്നത് അല്ലെ? അപ്പൊ കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു. എന്നാൽ പ്രകാശ ട്രോപിക ചലനത്തില് വേര് പ്രകാശത്തിന്റെ എതിർ ദിശയിലാണ് വളരുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കാണ്ഡമാണെങ്കിൽ ഉദ്ദീപന ദിശയ്ക്ക് നേരെ, വേരുകളാണെങ്കിൽ ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് ഭൂഗുരുത്വ ട്രോപിക ചലനം. ഇവിടെ ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് ആയിട്ട് വരുന്ന എന്താണ്? ആ ഒരു ഭൂഗുരുത്വമാണ് അല്ലെ, അഥവാ ഗ്രാവിറ്റിയാണ്. അപ്പൊ കാണ്ഡത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ് കാണ്ഡം വളരുന്നത്. വേരുകളാണെങ്കിലോ ഉദ്ദീപന ദിശയ്ക്ക് നേരെയാണ് വളരുന്നത്. ചിത്രത്തിലേക്ക് നോക്കാം. കണ്ടോ, കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായി വളരുന്നു, വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടുത്തതാണ് ജലട്രോപിക ചലനം. ഇവിടെ ആരാണ്? ജലമാണ് അല്ലെ ഉദ്ദീപനം ആയിട്ട് വരുന്നത്. കാണ്ഡം എങ്ങനെയാണ്? നമുക്കറിയാം, ആ ഒരു ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ് വളരുന്നത്. ഇനി വേരുകൾ എങ്ങനെയാ? താഴത്തേക്കാണ് അല്ലെ, അതായത് ആ ജലം വലിച്ചെടുക്കുന്ന ആ ഒരു പോർഷനിലേക്ക്. സോ ഉദ്ദീപന ദിശയ്ക്ക് നേരെയാണ് വേരുകൾ വളരുന്നത്. അടുത്തത് സ്പർശ ട്രോപിക ചലനം. ഇവിടെ ഉദ്ദീപനം വരുന്നത് സ്പർശമാണ്. ഇത് ശരിക്കും എവിടെയാണ്? ഈ ഒരു ഭാഗം മാത്രമേ ചലിക്കുന്നുള്ളൂ. ഏതാണ്? കാണ്ഡമാണ് ചലിക്കുന്നത് അല്ലെ. ഉദ്ദീപനം ഉണ്ടാക്കുന്ന വസ്തുവിന് നേർക്കോ അതിനെ ചുറ്റിയോ ആണ് കാണ്ഡം ചലിക്കുന്നത്. അടുത്തതാണ് രാസട്രോപിക ചലനം. ഇതില് രാസവസ്തുക്കളുടെ സാന്നിധ്യം മൂലമുണ്ടാവുന്ന ഒരു ചലനമാണ്. ഈ സമയത്ത് പരാഗനാളിയാണ് ചലിക്കുന്നത്. രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള ദിശയിലേക്കാണ് ചലിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിനെപ്പറ്റി ഒന്നും അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല.
നമ്മൾ ഈ മനുഷ്യ ശരീരവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച എല്ലാ SCERT ചാപ്റ്റേഴ്സിലും മനുഷ്യ ശരീരത്തിൻ്റെ മാത്രം കാര്യങ്ങളല്ല, ഇപ്പം ഏതൊരു കാര്യം, ഇപ്പം ശ്വസനം എടുത്താലും ഏതെടുത്താലും മനുഷ്യരിൽ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം ആ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് സസ്യങ്ങളിലും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എല്ലാ ചാപ്റ്ററിലും പറയുന്നുണ്ട്. പക്ഷെ അധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ ഇനി ചോദിക്കായികയില്ല, കാരണം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പാഠപുസ്തകത്തിലുണ്ട്. ഓക്കെ, അടുത്തതാണ് ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. അപ്പൊ എന്താണ് ട്രോപ്പിക ചലനങ്ങൾ? ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചലനങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക ചലനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ തൊട്ടാവാടി കാണിച്ചിട്ടുണ്ട്. തൊട്ടാവാടിയുടെ പ്രത്യേകത എന്താണ്? ടച്ച് മീ നോട്ട് പ്ലാന്റ് അല്ലെ, അതായത് നമ്മൾ തൊടുന്ന സമയത്തേക്ക് അതിങ്ങനെ ആ ഒരു വിടർന്ന് നിൽക്കുന്ന ആ ഒരു ലീവ്സ് എന്ത് ചെയ്യും? ക്ലോസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, തൊട്ടാവാടി നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. തൊട്ടാവാടി ചെടിയുടെ ചലനത്തിൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലെ. അത് അവിടുത്തെ ഉദ്ദീപന ദിശയും, ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ അവിടെ ടച്ച് ആണ് അല്ലെ നടക്കുന്നത്, നമ്മൾ തൊടുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ എന്താണ്? ബന്ധമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളെ നമ്മൾ നാസ്റ്റിക ചലനങ്ങൾ, നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ നാസ്റ്റിക് മൂവ്മെന്റിനുള്ള ഒരു ഉദാഹരണമാണ് തൊട്ടാവാടി എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.